രണ്ടാഴ്ച മുമ്പത്തെ യാത്രയും അതിൻ്റെ കൂടെ പുറത്തുനിന്നുള്ള ഫുഡടിയൊക്കെ കൂടെ ആയപ്പോഴത്തേക്കും ഇതായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഡള്ളായിട്ട്, പിഗ്മെൻറ്റഡ് ആയിട്ട്, ബ്രേക്ക് ഔട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയധികം സ്കിൻ കൺസേൺസ് ഒന്നിച്ച് വന്നപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് നയാസിനമൈഡാണ്. അതായിരിക്കും ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് എനിക്കറിയായിരുന്നു. പല ബ്രാൻഡ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ നയാസിനമൈഡ് പിലിഗ്രിമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡേ 1 ഉണ്ടായിരുന്നത്. ഡേ 1 പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊരു സ്കിൻ കെയർ ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. എത്ര തിരക്കാണെങ്കിലും, എത്ര ബിസിയുള്ള ഡേയ്സ് ആണെങ്കിലും, എത്രത്തോളം സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ ചൂസ് ചെയ്തത് പിൽഗ്രിമിന്റെ 10% വരുന്ന നിയാസിനമൈഡ് ആണ് കേട്ടോ. ഇത് വിത്ത് 1% സിങ്കും കൂടെയാണ്. ഈ ആക്നെ ആൻഡ് ബ്ലെമിഷ് പ്രോൺ സ്കിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഒരാഴ്ച കൊണ്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് സ്കിൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. കൃത്യം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആണ് കേട്ടോ ഇത്. ആക്നെ മാർക്സ് ഒക്കെ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സ്കിൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു, ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ ലിങ്ക് DM ചെയ്ത് തന്നേക്കാം കേട്ടോ.